ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ 1v1നെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിന്ന് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 1v1നെ സംസാരിക്കാനാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നമ്മളെ ഒപ്പോണൻറ്റിനെ പറ്റി പറയാം. നമ്മളെ ഒപ്പോണൻ്റ് എന്ന് പറയുന്നത് INX ഡ്യൂഡ് എന്നാണ് ഗൈസ് പേര്. അപ്പോൾ ഞാൻ മുന്നേ ഇട്ടിരുന്നൊരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇൻഫെർണോ സോൺ വേഴ്സസ് INX മാസ്ക് എന്നായിരുന്നു. അത് നമ്മളെ പുള്ളിയുടെ മുന്നേ ഇട്ടിരുന്ന പേരാണ്. ഇപ്പം നമ്മളെ പ്ലെയർ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, INX ഡ്യൂഡ് ഗെയിമിംഗ് എന്നാണ് പേര്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ നമ്മളെ ഈ ഒരു 1v1ൽ 3 റൗണ്ടാണ് കേസ് ഉള്ളത്. അപ്പോൾ ആ ഒരു 3 റൗണ്ടിൽ ലിമിറ്റഡ് ടൈമുണ്ട്. ഒരു റൗണ്ട് 5 മിനിറ്റ് വീതമേ ഉള്ളൂ. ഈ റൗണ്ട് 5 ഉള്ളത് കൊണ്ട് 5 മിനിറ്റ് വീതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വേൾഡിൻ്റെ ഇത് തീർന്ന്, അതായത് നമ്മളെ ഈ ഒരു റൗണ്ട് 5 മിനിറ്റ് തീർന്നു കഴിഞ്ഞാൽ ആ ഒരു റൗണ്ടിൽ നമുക്ക് പോയിൻ്റ് ഇല്ല. അങ്ങനെ 3 റൗണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു പോയിൻ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടൈ ബ്രേക്കറുണ്ട്. ആ ഒരു ടൈ ബ്രേക്കർ നമുക്ക് സമയമൊന്നുമില്ല, അല്ലാതെ തന്നെ ഒരു ടൈ ബ്രേക്കറാണ്. ആ ഒരു റൗണ്ടിൽ ജയിക്കുന്ന ആൾ കളി ജയിക്കും. അപ്പോൾ നമ്മൾ INX ഡ്യൂഡ് ഒരു ക്രിസ്റ്റൽ PvP പ്ലെയറാണ്. നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം കളിക്കാൻ. ക്രിസ്റ്റൽ PvP ഞാൻ അതുകൊണ്ട് റീസെൻ്റ്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ 1v1 ഞാൻ പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേസ് ഞാൻ നോക്കുന്നത് നമ്മൾ ഈ ഒരു ഇത് തീർന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് നമ്മളെ സ്റ്റോറേജ് ഇല്ലായിരുന്നുകൊണ്ട്, ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നുകൊണ്ട് നമ്മൾ ഈ ഒരു റെക്കോർഡിങ് ക്രാഷ് ആയിപ്പോയി. അന്നേരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് INX മാസ്ക് അല്ലെങ്കിൽ INX ഡ്യൂഡ് റെഡി ആവുന്ന ടൈമിൽ നമുക്ക് ഫോണൊന്ന് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച കേസിന്. അപ്പോൾ ഞാൻ ഒപ്റ്റിമൈസൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഗ്രാഫിക്സ് എല്ലാം ഞാൻ മാറ്റി, ഫാൻസി ഗ്രാഫിക്സ് നിന്ന് സിമ്പിളാക്കി, ഈ ഒരു FOV കൂട്ടി, ബോബിങ് മാറ്റി, ക്യാമറ ഷേക്ക് ഓഫാക്കി, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഫ്ലാറ്റ് വേൾഡിലായിരിക്കും ഞാൻ INX ഡ്യൂഡുമായിട്ട് 1v1 കളിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മളെ FX ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ഗൈസ്. അത് നമ്മളെ വേറൊരു പ്ലെയറാണ്, നമ്മളെ വേറൊരു കൂട്ടുകാരനാണ്. ഓൾറെഡി ഗൈസ് ഈ ഒരു INX ഡ്യൂഡ് എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ മുന്നേ കളിച്ചിട്ടുണ്ട് ഇവൻ്റെ കൂടെ. അതിപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇവൻ എന്നെ കമൻ്റ് ഇട്ട് ഗൈസ്. അപ്പോൾ അന്നേരം ഇവ കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1v1 ഞാൻ ഒരു ന്യൂബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു യൂട്യൂബിലൊരു ഫൺ കണ്ടൻറ്റും ആവും, എനിക്ക് കുറച്ച് PvP പ്രാക്ടീസ് വേണമെന്നുണ്ടായിരുന്നു കേസ്. അപ്പം അതും കൂടെ ആയിക്കോളാം എന്ന് വിചാരിച്ചു. ഞാനങ്ങനെ PvP പ്രാക്ടീസ് തുടങ്ങി. ഇപ്പോൾ ഞാൻ ഒരു ആവറേജ് പ്ലെയർ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വേൾഡിലായിരിക്കും ഞാൻ ഈ ഒരു അയൺ ഗോളാണ്, സോറി ഗൈസ്, INX ഡ്യൂഡുമായിട്ട് നമ്മളെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സ്ട്രീമായിട്ട് വരുന്നതാണ്. എനിവേസ് ഗൈസ്, ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് റൂൾസ് എൻ്റെ കുറച്ച് റൂൾസ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. പിന്നെ ഗൈസ്, എൻ്റെ സ്കിൻ എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയുക കേട്ടോ. ഞാനിത് ഒരു സ്കിൻ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തതാണിത്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ഇത് കൊള്ളാവില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് goodbye.